ുന്നുണ്ട്. അതിൽ വസ്തുത എത്രത്തോളമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. വളരെ കാലങ്ങളായുള്ള കേരളത്തിൻ്റെ നിലവിളി തന്നെയായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി. പക്ഷേ ഇന്ന് പ്രവർത്തന സജ്ജമാകുമ്പോൾ മലയാളിയുടെ ചോദ്യം മാറുകയാണ്. വിഴിഞ്ഞം തുറമുഖം കൊണ്ട് നമുക്ക് എന്ത് നേട്ടമെന്നായി ഇപ്പോൾ ചോദ്യം. മാത്രമല്ല, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ കേരളത്തിൽ രാഷ്ട്രീയ കക്ഷികളുടെ മത്സരവുമാണ്. ആഗോള കപ്പൽ ചരക്ക് ഗതാഗതത്തിൻ്റെ 50% കടന്നുപോകുന്ന പ്രധാനപ്പെട്ട റൂട്ടാണ് ഇന്ത്യയുടെ തെക്കൻ അതിർത്തിയായ ഇന്ത്യൻ മഹാസമുദ്ര പരിധിയിലൂടെ കടന്നുപോകുന്നത്. റോമാ സാമ്രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞത്ത് ഒരു തുറമുഖമുണ്ടായിരുന്നു എന്നതിൻ്റെ ചരിത്രരേഖകൾ വിവിധ പഠന പര്യവേഷണങ്ങളിലൂടെ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 30 വർഷം മുമ്പെങ്കിലും വിഴിഞ്ഞം തുറമുഖം കേരളവും ഭാരതവും നിർമ്മാണം പൂർത്തിയാക്കേണ്ടതായിരുന്നു. ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല എന്നതുകൊണ്ട് കേരളത്തിനും രാജ്യത്തിനും ഉണ്ടായ നഷ്ടം വളരെ വലുതുമാണ്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ചികയുന്നതിൽ ഇനി അർത്ഥമില്ലല്ലോ. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന ചിന്താഗതി തന്നെ നമ്മൾ വിഴിഞ്ഞത്തെക്കുറിച്ച് തുടരണം, പ്രതീക്ഷയോടെ. അതേസമയം തന്നെ അമിതാവേശം കാണിക്കാനും പാടില്ല. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ശരിക്കും മുതലാളി കേരളമാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ അനുഭാവികൾ ആഘോഷിക്കുന്നത്. പേപ്പറിൽ കേരള സർക്കാരാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ കൂടുതൽ പണം നൽകിയതെന്നും അവർ പറയുന്നുണ്ടെങ്കിലും ഈ പദ്ധതി പൂർത്തിയാക്കാൻ കാരണം ഗൗതം അദാനി എന്ന ബിസിനസ്സുകാരൻ തന്നെയാണ്. ഇനി വിഴിഞ്ഞം തുറമുഖത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അതേ അദാനി തന്നെയാണ്. സ്വകാര്യ സംരംഭകരെ ശത്രുക്കളായി കാണാതെ അവരോടൊപ്പം നിന്നുകൊണ്ട് സംസ്ഥാനവും രാജ്യവും നേട്ടമുണ്ടാക്കിയെടുക്കുക എന്ന പോളിസി സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും തലവര മാറ്റാൻ വിഴിഞ്ഞം തുറമുഖത്തിന് കഴിയും. പറഞ്ഞു വന്നത്, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒന്നാം ഘട്ടത്തിന് ചിലവായ 7525 കോടി രൂപയിൽ 5000 കോടി രൂപയും നൽകിയത് കേരളമാണ് എന്ന അവകാശവാദം ചിലരെങ്കിലും ഉന്നയിക്കുന്നുണ്ട്. അതിൽ വസ്തുത എത്രത്തോളമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. വിഴിഞ്ഞം ഒന്നാം ഘട്ടത്തിൽ ആകെ ചിലവായ 7525 കോടി രൂപയെ വിവിധ ഭാഗങ്ങളാക്കി നോക്കിയാൽ സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയിൽ വരുന്നത് തുറമുഖത്തിനും അനുബന്ധ സർവീസുകൾക്കും ആവശ്യം വരുന്ന ഭൂമി ഏറ്റെടുക്കൽ, അതായത് റോഡ്, റെയിൽ ഗതാഗതം ഉൾപ്പെടെ വേണ്ടിവരുന്ന സ്ഥലം, പദ്ധതിക്കാവശ്യമായ പവർ, വെള്ളം തുടങ്ങിയ ചെലവുകൾക്കായി 1973 കോടി രൂപയും കേരളത്തിൻ്റെ കൂടി തീരസുരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന കടൽ ഭിത്തിക്കും ഫിഷിംഗ് ഹാർബറിനും വേണ്ടി 1463 കോടി രൂപയും ചേർത്ത് 3436 കോടി രൂപയാണ് കേരളം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നൽകേണ്ടത്. തുറമുഖത്തിൻ്റെ സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചർ എന്നിവയ്ക്ക് വേണ്ടിയുള്ള 2585 കോടി രൂപയും ഡ്രഡ്ജിങ്ങിന് വേണ്ടിയുള്ള 945 കോടി രൂപയും ബർത്ത് നിർമ്മാണത്തിനുള്ള 600 കോടി രൂപയും ചേർത്ത് 4130 കോടി രൂപയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി വരുന്നത്. അതിൽ കേന്ദ്രത്തിൻ്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായി 820 കോടി രൂപയും കേരളത്തിൻ്റെ ഫണ്ടായി 820 കോടി രൂപയും കഴിച്ചുള്ള 2490 കോടി രൂപയാണ് കരാർ പ്രകാരം അദാനി വിഴിഞ്ഞം തുറമുഖത്തിൽ ചെലവഴിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇതിൽ കേന്ദ്രത്തിൻ്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായ 820 കോടി രൂപ മാത്രമാണ് അദാനിക്ക് ലഭിച്ചത്. കൂടാതെ പദ്ധതിക്കുള്ള ഭൂമി ഏറ്റെടുക്കലിന് ആവശ്യമായ തുകയായ 1973 കോടി രൂപയുടെ 90%വും കേരളം പല ഘട്ടങ്ങളിലായി ഹഡ്കോയിൽ നിന്നും SBTയിൽ നിന്നും ലോൺ എടുത്ത് നൽകിയതായി പറയുന്നു. കേരളം കൊടുക്കേണ്ട പുലിമുട്ട് നിർമ്മാണത്തിനുള്ള പണം പോലും അദാനിയോട് കേരളം കടം പറഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. അതായത് ശരിക്കും മുതലാളി ഞാനാ എന്ന് പറയുന്ന കേരളം ശരിക്കും ചെയ്യുന്നത് അദാനി തൽക്കാലം നിങ്ങൾ ചിലവാക്കൂ, നമ്മൾ പിന്നെ തരാം എന്നുള്ള ലൈനാണ്. അതായത് ആകെയുള്ള 7525 കോടി രൂപയുടെ പദ്ധതിയിൽ നിലവിൽ അദാനി തന്നെയാണ് അതിൽ 5000 കോടി രൂപയോളം ചെലവഴിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ 820 കോടി രൂപയും ഏതാണ്ട് 1400 കോടി രൂപ മാത്രമാണ് കേരളം പേപ്പറിലെങ്കിലും നൽകിയതായി പറയുന്നത്. അതായത് പദ്ധതിക്ക് വേണ്ടി മുഴുവൻ സ്ഥലവും ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല എന്നതുകൊണ്ടും പല സ്ഥലവും സർക്കാരിൻ്റെ പരിധിയിൽ ആണ് എന്നതുകൊണ്ടും ആ ഭൂമിയുടെ കൂടി വില ചേർത്താണ് 1500 കോടി രൂപ കേരളം നൽകിയതായി പറയപ്പെടുന്നത്. അതിൽ തന്നെ പദ്ധതിക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കലിന് ചെലവാക്കിയ പണത്തിൻ്റെ 90% നൽകിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. കേരളം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് വേണ്ടി ബജറ്റിൽ നിന്ന് ചെലവഴിച്ചതായി രേഖകൾ പറയുന്നത് വെറും 400 കോടി രൂപയിൽ താഴെ മാത്രമാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടാക്കിയ കരാർ പ്രകാരം ആദ്യഘട്ടം 2019 പൂർത്തിയാക്കേണ്ട അദാനി ആദ്യ 15 വർഷം കേരളത്തിന് ലാഭവിഹിതം കൊടുക്കേണ്ടതില്ല. 2034 1% വാർഷിക ലാഭവും പിന്നീട് ഓരോ വർഷവും അത് കൂട്ടിക്കൂട്ടി 40-ാം വർഷം 25% ലാഭം കേരളത്തിന് നൽകണം എന്നാണ് കരാർ. ഇതേ കരാർ പ്രകാരം ആദ്യത്തെ 30 വർഷത്തിനുള്ളിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഏതാണ്ട് 15,000 മുതൽ 25,000 കോടി രൂപ വരെ അദാനി സ്വന്തം കയ്യിൽ നിന്ന് മുടക്കി പൂർത്തിയാക്കിയാൽ വീണ്ടും 20 വർഷം കൂടി അദാനിക്ക് തുറമുഖം സ്വന്തമാക്കി വെക്കാം. വീണ്ടും ഓരോ ശതമാനം ലാഭവിഹിതം വർദ്ധിപ്പിച്ച് കേരളത്തിന് നൽകി 40% ലാഭവിഹിതം കേരളത്തിന് നൽകുന്നതുവരെ അങ്ങനെ തുടരാം. അതിനുശേഷം വിഴിഞ്ഞം തുറമുഖം
അദാനി ഒഴിവാക്കി പൂർണ്ണമായി കേരളത്തിൻ്റെ സ്വന്തമായി മാറും. എന്നാൽ 2016 തുടക്കത്തിൽ നിർമ്മാണം തുടങ്ങി 2017 ഓഖി ദുരന്തം കാരണമുണ്ടായ നാശനഷ്ടങ്ങളും 2018 പ്രളയം കാരണമുണ്ടായ ബുദ്ധിമുട്ടുകളും നിർമ്മാണ സാമഗ്രികൾ യഥാസമയം കേരളത്തിൽ ലഭിക്കാതെ വരികയും ചെയ്തത് കാരണം 2019 പദ്ധതി അദാനിക്ക് പൂർത്തിയാക്കാനായില്ല. അത് കാരണം അദാനി കേരളത്തിന് നൽകേണ്ട നഷ്ടപരിഹാരത്തിൽ കേരളം ഇളവ് നൽകി 2 വർഷത്തേക്ക് കൂടി നിർമ്മാണത്തിലുള്ള സമയം നീട്ടി നൽകി. എന്നാൽ പിന്നീട് വന്ന കോവിഡ് മഹാമാരിയും ലോക്ക്ഡൗണുമൊക്കെ നിർമ്മാണത്തെ ബാധിച്ചതുവഴി വീണ്ടും നിർമ്മാണം തടസ്സപ്പെട്ടത് അദാനിക്ക് കേരളത്തിന് പിഴ നൽകേണ്ട അവസ്ഥയിലെത്തിച്ചു. പിന്നീട് അദാനിയിൽ നിന്ന് വേണ്ടത് പാർട്ടി വാങ്ങിയെടുത്ത ശേഷം സംസ്ഥാന സർക്കാർ പിഴ ഒഴിവാക്കിയതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന രീതിയിലെങ്കിലും ഒന്നാം ഘട്ടം 2024 ജൂലൈയിൽ അദാനിക്ക് പൂർത്തിയാക്കാനായത്. ഇതിൽ പിണറായി സർക്കാരിൻ്റെ റോൾ എന്താണ് എന്ന് ആത്മാർത്ഥമായി പറഞ്ഞാൽ അദാനിക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്ത് പിഴ ഒഴിവാക്കി എന്നതാണ്. അതിന് പ്രത്യുപകാരമായി അദാനിയുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് വ്യക്തമല്ല. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ച ഉമ്മൻചാണ്ടിയേക്കാൾ പദ്ധതി തുടങ്ങാനുള്ള പണവും അനുവാദവും നിയമ ഇളവുകളും സഹായങ്ങളും ചെയ്ത കേന്ദ്ര സർക്കാരിനേക്കാൾ പണം മുടക്കി പദ്ധതി പൂർത്തിയാക്കിയ അദാനിയേക്കാൾ പിണറായി വിജയനാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അച്ഛനെന്ന് പലരും പറയുമ്പോൾ ഓർമ്മ വരുന്നത് കൊല്ലം, ആലപ്പുഴ, തലശ്ശേരി, കഴക്കൂട്ടം ബൈപ്പാസുകളും കേരളത്തിലെ ദേശീയപാത വികസനവും കുതിരാൻ തുരങ്കവുമൊക്കെയാണ്. ഇടതുപക്ഷം ഭരണത്തിലിരുന്നതുകൊണ്ട്, പ്രത്യേകിച്ചും പിണറായി വിജയനെ പോലൊരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നതുകൊണ്ട് ചുവന്ന കൊടി വീശിയുള്ള തടസ്സപ്പെടുത്തൽ കുറഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യത്തിൽ ഈ പദ്ധതികളിലെല്ലാം പിണറായി സർക്കാരിൻ്റെ പങ്ക്. കേരളവുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം 2045 മുമ്പ് പൂർത്തിയാക്കേണ്ട വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 2ാം ഘട്ടവും 3ാം ഘട്ടവും ഇപ്പോൾ 2028 മുമ്പ് പൂർത്തിയാക്കണമെന്നാണ് പിണറായി ഗവൺമെൻറ് അദാനിയോട് പറയുന്നത്. അതായത് ഇത്രയും പണം മുടക്കി നിർമ്മിച്ച പോർട്ട് ചലിച്ചു തുടങ്ങി ലാഭം പോയിട്ട് മുടക്കുമുതലിൻ്റെ പലിശ പോലും കിട്ടുന്നതിന് മുമ്പ് വീണ്ടും 15,000 മുതൽ 20,000 കോടി രൂപ വരെ ആ സ്വകാര്യ സംരംഭകർ മുടക്കണമെന്നാണ് പിണറായി ഗവൺമെൻറ് പറയുന്നത്. അത് വിഴിഞ്ഞം തുറമുഖം പെട്ടെന്ന് വികസിച്ച് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ല, താൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് തന്നെ അടുത്ത ഘട്ടം നിർമ്മാണം തുടങ്ങിയെന്ന് തള്ളാനും വേണ്ടിയാണ്. അതിനുമപ്പുറം പണം മുടക്കി അദാനി നിർമ്മാണം തുടങ്ങുമ്പോഴല്ലേ ഇടങ്കോലിട്ട് വീതം വാങ്ങാൻ കഴിയുള്ളൂ എന്ന ദുരുദ്ദേശമാണ്. പക്ഷേ അദാനി എന്ന വ്യവസായിക്ക് വിഴിഞ്ഞം തുറമുഖം പല അർത്ഥത്തിൽ ദീർഘകാല ലാഭം നൽകാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദാനി 2ാം ഘട്ട നിർമ്മാണത്തിന് തയ്യാറാകും. കാരണം വിദേശ രാജ്യങ്ങളിലെ കൽക്കരിപ്പാടങ്ങൾ പാട്ടത്തിനെടുത്തോ സ്വന്തമായി വാങ്ങിയോ സ്വന്തം കപ്പലുകളിൽ താൻ നിയന്ത്രിക്കുന്ന പോർട്ടുകളിൽ കൽക്കരി ഇറക്കി ഭാരതത്തിലെ തൻ്റെ താപവൈദ്യുത നിലയങ്ങൾ വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിവിധ സംസ്ഥാന സർക്കാരുകൾക്ക് വിറ്റ് പണമുണ്ടാക്കുകയാണ് അദാനിയുടെ പ്രധാന വരുമാന മാർഗം. നിരവധി പ്രതിഷേധങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം അദാനി തൻ്റെ ഉടമസ്ഥതയിൽ ആക്കിയിട്ടുണ്ട്. അത് ഏറ്റവും എളുപ്പം ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വിഴിഞ്ഞം തുറമുഖം അയാളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം വളരുമെന്നുറപ്പാണ്. നിലവിൽ ഈ മേഖലയ്ക്ക് അടുത്തുള്ള ആന്ധ്രാപ്രദേശ്, ഒഡീഷ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ പോർട്ടുകൾ അദാനിയുടെ നിയന്ത്രണത്തിലാണ്. പക്ഷേ അവയ്ക്കൊന്നും വിഴിഞ്ഞം പോലെ വലിയ കാർഗോ ഷിപ്പുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയില്ല. അവിടെയാണ് വിഴിഞ്ഞം അദാനിക്കും കൂടുതൽ പ്രാധാന്യമേറിയതാകുന്നത്. അന്താരാഷ്ട്ര കപ്പൽച്ചാലിലെ ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട പോർട്ടുകൾ വർഷങ്ങളായി അദാനിയുടെ ഉടമസ്ഥതയിലാണ്. നിലവിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കൽക്കരിപ്പാടങ്ങളിൽ നിന്ന് സ്വന്തം കപ്പലുകളിൽ കൽക്കരി എത്തിക്കാനും മറ്റുമായി അദാനി ഈ പോർട്ടുകൾ ഉപയോഗിക്കുന്നുമുണ്ട്. ഇന്ത്യയിലെ തുറമുഖങ്ങൾ മാത്രമല്ല, ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിലെ ദാർസലാം തുറമുഖവും ഇസ്രയേലിലെ ഹൈഫ തുറമുഖവും അദാനിയുടെ ഉടമസ്ഥതയിലാണ്. കൂടാതെ വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുമ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടാൻ പോകുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്തിൻ്റെ മേജർ ഷെയറുകളും അദാനിയുടെ കൈവശമാണ്. അതായത് ഈ മേഖലയിൽ എങ്ങനെ ബിസിനസ് വിജയിപ്പിക്കണമെന്ന് അനുഭവ പരിചയമുള്ള അദാനിയാണ് വിഴിഞ്ഞം തുറമുഖം നടത്തുന്നത് എന്നത് കേരളത്തിന് മികച്ച നേട്ടമാണ്. അത് മലയാളി അംഗീകരിക്കാൻ പഠിക്കണം. അല്ലാതെ കേരളത്തിൻ്റെ തീരവും തുറമുഖവും കണ്ട് അദാനി ലാഭമുണ്ടാക്കുന്നതെന്ന് നാളെ കരയരുത്. കാരണം അദാനി മുന്ദ്ര പോർട്ട് എന്ന തുറമുഖം ആദ്യമായി ഏറ്റെടുക്കുന്ന കാലത്തിന് മുമ്പേ കരുണാകരൻ സർക്കാരിൻ്റെ കീഴിൽ തുറമുഖ മന്ത്രിയായിരുന്ന MV രാഘവൻ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കരാർ ഉണ്ടാക്കിയതാണ്. അതിനുശേഷം വിവിധ കാലങ്ങളിലായി കേരള ഗവൺമെൻറ് 7ഓളം തവണ ആഗോള ടെൻഡർ നടത്തി ഏതാണ്ട് 30ഓളം പല രാജ്യങ്ങളിലെയും ഭാരതത്തിലെ തന്നെ കമ്പനികളും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. ഒരു പദ്ധതി പൂർത്തിയാക്കാൻ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം, കൂടെ നിൽക്കുന്ന കേന്ദ്രഭരണം വേണം, തുറമുഖം നിർമ്മിക്കാനും നടത്തി വിജയിപ്പിക്കാനുമുള്ള പരിജ്ഞാനം വേണം, സർവോപരി കുറച്ചെങ്കിലും പണം കയ്യിൽ വേണം. ഇതൊന്നും കേരളത്തിനുണ്ടായിരുന്നില്ല എന്നതിന് കഴിഞ്ഞ 30 വർഷങ്ങളെങ്കിലും ഉദാഹരണമായി കേരളത്തിൽ നോക്കി പല്ലിടിച്ച് മുന്നിൽ നിൽപ്പുണ്ട്. അത് മലയാളി മനസ്സിലാക്കണം. റോമാ സാമ്രാജ്യ കാലം മുതൽ തിരുവിതാംകൂർ മഹാരാജാൻ്റെ കാലത്ത് വരെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതകൾ പറയാറുണ്ടെങ്കിലും
നമുക്ക് 1991 മുതലുള്ള ചരിത്രം മാത്രം ഒന്ന് ഓടിച്ചു നോക്കാം. കരുണാകരൻ സർക്കാരിൻ്റെ കീഴിൽ തുറമുഖ മന്ത്രിയായിരുന്ന എം വി രാഘവൻ കുമാർ എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനവുമായി കരാറുണ്ടാക്കി തുടങ്ങിയതാണ് ആധുനിക വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കഥ. പിന്നീട് 1996 അധികാരത്തിൽ വന്ന ഇ കെ നായനാർ വിഴിഞ്ഞം എന്നൊരു പേര് പോലും പറയാതെ 5 വർഷം ഭരണം പൂർത്തിയാക്കി ഇറങ്ങിപ്പോയി. 2001 അധികാരത്തിൽ വന്ന എ കെ ആൻ്റണി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോവുകയും ഇന്ത്യയിലെ സൂം ഡെവലപ്പേഴ്സ് എന്നൊരു കമ്പനിയും ചൈനയിലെ കൈതി ഇലക്ട്രിക് എന്നൊരു കമ്പനിയും ചൈനീസ് ഹാർബർ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി എന്നൊരു സ്ഥാപനവും ചേർന്നുള്ള കൺസോർഷ്യത്തിന് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. പിന്നീട് ആൻ്റണി മാറി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുകയും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ സൂം ഡെവലപ്പേഴ്സിൻ്റെ പ്രധാന പങ്കാളികളായ ചൈനീസ് കമ്പനികൾ അതേസമയം തന്നെ പാകിസ്ഥാനിലെ പോർട്ട് നിർമ്മാണത്തിൽ പങ്കാളികളാണെന്നുള്ളതുകൊണ്ടും ഇന്ത്യയുടെ തെക്കൻ അതിർത്തിയായ വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകതകളും കാരണം ചൈനയെ ഈ പദ്ധതിയുടെ ഭാഗമാക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന നിലപാടാണ് വാജ്പേയി ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് എടുത്തത്. പിന്നീട് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ UPA സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും ഇന്ത്യൻ ആർമിയുടെ എതിർപ്പും ഇൻ്റലിജൻസ് റിപ്പോർട്ടും കാരണം കേന്ദ്ര സർക്കാർ ആ കരാറിന് പച്ചക്കൊടി വീശിയില്ല. എന്നാൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം 2006 അധികാരത്തിൽ വന്ന VS അച്യുതാനന്ദ സർക്കാരും അദ്ദേഹത്തിൻ്റെ തുറമുഖ മന്ത്രിയായിരുന്ന M വിജയകുമാറിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഈ ചൈനീസ് കരാറുമായി മുന്നോട്ട് പോകാൻ അതീവ താല്പര്യമായിരുന്നു. ചങ്കിൽ ചൈനയുമായി നടക്കുന്നവരുടെ താല്പര്യം എന്താണെന്ന് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാമല്ലോ. മലയാളി ഓർക്കണം, ഇന്ന് അദാനിക്ക് നൽകിയിരിക്കുന്ന കരാർ പോലെ പോലും ആയിരുന്നില്ല ആദ്യത്തെ 30 വർഷം 1 രൂപ പോലും കേരളത്തിന് വരുമാനവിഹിതം നൽകാത്ത വിദേശ സ്വകാര്യ കമ്പനിയുടെ കരാറായിരുന്നു അത്. അതിൽ LDF സർക്കാരിന് ഒരെതിർപ്പും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അന്ന് UPA സർക്കാരിൻ്റെ ഭാഗമായി കേന്ദ്രഭരണത്തിൽ പങ്കാളിയായിരുന്നതിനുകൂടി ബലത്തിൽ പ്രകാശ് കാരാട്ട് പരമാവധി സമ്മർദ്ദം മൻമോഹൻ സിംഗിന് മേൽ ചെലുത്തി. ഒന്നാം UPA സർക്കാർ ഇന്നത്തെ കാലം പോലെ രാഹുൽ ചണ്ടമാരുടെ നിയന്ത്രണത്തിൽ അല്ലായിരുന്നതുകൊണ്ടും ഒറ്റക്കക്ഷി എന്ന നിലയിൽ BJPയേക്കാൾ വെറും 3 സീറ്റ് മാത്രമാണ് കൂടുതൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നത് എന്നതുകൊണ്ടും വാജ്പേയി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മൻമോഹൻ സിംഗിന് അത്ര എളുപ്പം ഭാരതത്തെ ചൈനയ്ക്ക് അടിയറ വെക്കാൻ കഴിയുമായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് നിരാഹാര സമരവും ഒപ്പുശേഖരണവുമൊക്കെയായി ചൈനീസ് കമ്പനിക്ക് വിഴിഞ്ഞം പദ്ധതി അടിയറ വെക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. ഇന്ന് സ്വകാര്യ സംരംഭകൻ എന്ന പേരിൽ അദാനിയെ എതിർക്കുന്ന അതേ ആളുകളുടെ അന്നത്തെ ചൈനീസ് താൽപ്പര്യം മലയാളി പ്രത്യേകം ശ്രദ്ധിക്കാതെ പോകരുത്. കഥ അവിടെ കഴിഞ്ഞില്ല. പിന്നീട് ആ കരാർ റദ്ദാക്കുകയും വീണ്ടും ആഗോള ടെൻഡർ വിളിക്കുകയും ചെയ്തു. VSൻ്റെ ഭരണകാലത്ത് നടത്തിയ അടുത്ത ടെൻഡറിൽ ഇതേ സൂം ഡെവലപ്പേഴ്സ് എന്ന ചൈനീസ് ബിനാമി UK ഒരു കമ്പനിയുമായി ചേർന്ന് കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് ടെൻഡറിൽ പങ്കെടുത്തു. പക്ഷേ വീണ്ടും തലവേദന ഒഴിവാക്കാൻ വേണ്ടി കേരളം തിരഞ്ഞെടുത്തത് ഒരു ഇന്ത്യൻ കമ്പനിയായ ആന്ധ്രയിലെ ലാംഗോ കൊണ്ടപ്പള്ളി എന്ന കമ്പനിയാണ്. എന്നാൽ അതിനെതിരെ സൂം ഡെവലപ്പേഴ്സ് പല പരാതികളുമായി കോടതി കയറിയിറങ്ങി ലാംഗോ എന്ന സ്ഥാപനത്തിന് നൽകിയ കരാർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സൂം ഡെവലപ്പേഴ്സിന് പിന്നിൽ ആരാണെന്ന് പറയാതെ തന്നെ അറിയാമല്ലോ. അങ്ങനെ പല നിയമയുദ്ധങ്ങൾ കഴിഞ്ഞ് സൂം ഡെവലപ്പേഴ്സിനെ സുപ്രീം കോടതി വിധി പ്രകാരം തന്നെ വീണ്ടും പരിഗണിക്കേണ്ടി വന്നു. പക്ഷേ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ പോയിൻറ്റുകൾ കുറവായതുകൊണ്ട് ഒഴിവാക്കി ലാംഗോ കൊണ്ടപ്പള്ളിക്ക് തന്നെ പദ്ധതി നൽകാൻ VS സർക്കാർ തീരുമാനിച്ചു. അപ്പോഴേക്കും 2008 എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ലാംഗോ കമ്പനിക്കുണ്ടായ തകർച്ച വീണ്ടും വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് തടസ്സമായി. പിന്നീട് ഇത്തവണ തിരുവനന്തപുരത്ത് NDA ടിക്കറ്റിൽ മത്സരിച്ച രാജീവ് ചന്ദ്രശേഖറിൻ്റെ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന കമ്പനി വിഴിഞ്ഞം പദ്ധതി ഏറ്റെടുക്കാൻ ഒരു ശ്രമം നടത്തി. പിന്നീട് പിന്മാറുകയോ പിന്മാറ്റുകയോ എന്തായാലും ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. അതിനുശേഷം 2009 വിശ്വപൂരൻ ശശി തരൂരിൻ്റെ എൻട്രിയാണ്. ശശി തരൂർ ഇടപെട്ട് ബാഴ്സലോണ പോർട്ട് പ്രതിനിധികളുമായി കേരള സർക്കാർ ചർച്ചകൾ നടത്തി. എങ്ങും എവിടെയും എത്തിയില്ല. അപ്പോഴാണ് VS അച്യുതാനന്ദ ഗവൺമെൻറ് SBTയിൽ നിന്ന് 2500 കോടി രൂപ ലോൺ എടുത്തുകൊണ്ട് കേരളം തന്നെ മുഴുവൻ പണവും മുടക്കി തുറമുഖത്തിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുക്കും എന്നൊക്കെ പറഞ്ഞത്. കൂടാതെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ചേർന്ന് പൂർണ്ണമായ പൊതുമേഖലാ സ്ഥാപനം എന്നൊക്കെയുള്ള വെള്ളത്തിൽ വരച്ച വരകൾ ഒന്നും നടന്നില്ല. പക്ഷേ എന്തായാലും വിഴിഞ്ഞം തുറമുഖം ഒരിക്കൽ നടക്കും, അതിനുള്ള സ്ഥലം ഏറ്റെടുത്ത് തുടങ്ങാം, റോഡ് റെയിൽ കണക്ടിവിറ്റി കേരളം തന്നെ പൂർത്തിയാക്കാം എന്നൊക്കെ VS സർക്കാർ തീരുമാനമെടുത്തു. പദ്ധതിക്കായി ആകെ വേണ്ട 2500 ഏക്കറിൽ 200 ഏക്കർ സ്ഥലം പോലും VS സർക്കാരിന് ഏറ്റെടുക്കാനായില്ല. അതിനുശേഷവും ഈ സ്ഥലം ഏറ്റെടുക്കലിൽ ഒരു ചുക്കും നടന്നില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് വിഴിഞ്ഞം യാഥാർത്ഥ്യമായ 2024 പോലും റോഡ് റെയിൽ കണക്ടിവിറ്റി കേരളത്തിന് പൂർത്തിയാക്കാൻ പോയിട്ട് തുടങ്ങാൻ പോലും ആയിട്ടില്ല എന്നത്. ഇപ്പോൾ അതും മോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഗഡ്കരിയാണ് ചെയ്യുന്നത്. വിഴിഞ്ഞം സീപോർട്ട് റോഡും ഔട്ടർ റിംഗ് റോഡും കൂടാതെ നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള റെയിൽ കണക്ടിവിറ്റിയും. അതവിടെ നിൽക്കട്ടെ, പറഞ്ഞു വന്നത് അങ്ങനെ VS സർക്കാരിൻ്റെ കാലം കഴിഞ്ഞ് 2011 വീണ്ടും ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നു. അപ്പോൾ കേന്ദ്രത്തിൽ ഭരണത്തിലുള്ള UPA സർക്കാരിൻ്റെ തീരുമാനം വിഴിഞ്ഞം പദ്ധതിയിൽ 1 രൂപ പോലും കേന്ദ്രം മുടക്കാനില്ല എന്നായിരുന്നു. മാത്രമല്ല നാവികത്താവളവും വിഴിഞ്ഞത്ത് ആവശ്യമില്ല എന്നതായിരുന്നു രണ്ടാം UPA സർക്കാരിൻ്റെ തീരുമാനം. കൂടാതെ വിഴിഞ്ഞം തുറമുഖത്തെ രാജ്യത്തെ ഒരു മേജർ പോർട്ടിൻ്റെ ഗണത്തിൽ പോലും പെടുത്താൻ UPA സർക്കാർ തയ്യാറായിരുന്നില്ല. കോൺഗ്രസിൻ്റെ UPA സർക്കാർ ഭരിക്കുമ്പോൾ
ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടും കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്തിൻ്റെ എം പി ആയിരുന്ന ശശി തരൂർ ഉൾപ്പെടെ 7 മന്ത്രിമാർ കേന്ദ്രത്തിലുണ്ടായിട്ടും വിഴിഞ്ഞത്തിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പോലും കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിരുന്നില്ല. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്തുകൊണ്ടാണ് ചാക്കോ മാഷിൻ്റെ 100 പവനേക്കാൾ മഹത്വമുള്ള ആടുതോമ കൊടുത്ത നെക്ലസ് ആയത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഇനിയുള്ള കഥയിൽ. ഉമ്മൻചാണ്ടി സർക്കാർ വീണ്ടും ആഗോള ടെൻഡർ വിളിക്കുന്നു. 20-30 കമ്പനികൾ ഡോക്യുമെൻ്റ് വാങ്ങിപ്പോകും. പക്ഷേ ടെൻഡർ നൽകാൻ 4-5 കമ്പനികൾ മാത്രം വരും. ആദ്യമായി ആ ടെൻഡറിൽ അദാനിയും പങ്കെടുത്തു. പക്ഷേ പദ്ധതി നടത്താൻ അനുമതി ലഭിച്ചത് വിൽസ്പൺ ഗ്രൂപ്പിനാണ്. പക്ഷേ പദ്ധതി തുടങ്ങി വെക്കാൻ ആവശ്യമായ 500 കോടി രൂപ കേരളം നൽകണമെന്ന് വിൽസ്പൺ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു. കാൽ കാശെടുക്കാനില്ലാത്ത കേരളം മൻമോഹൻ സിംഗ് സർക്കാരിനോട് ഒരിക്കൽ കൂടി വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിന് വേണ്ടി ഇരന്നു നോക്കി. പക്ഷേ കിട്ടിയില്ല. വിൽസ്പൺ കുറഞ്ഞത് 400 കോടി രൂപയെങ്കിലും തുടക്കത്തിൽ കിട്ടിയാൽ മാത്രമേ പദ്ധതി തുടങ്ങാൻ കഴിയൂ എന്ന് പറഞ്ഞു. കൈമലർത്തിയ ഉമ്മൻചാണ്ടി വീണ്ടും കരാർ അസാധുവാക്കി. പിന്നീടാണ് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. അദ്ദേഹത്തെ പോയി കണ്ട ഉമ്മൻചാണ്ടിക്ക് ആശ്വാസമായി നരേന്ദ്രമോദി 820 കോടി രൂപ വിഴിഞ്ഞം പദ്ധതിക്ക് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായി നൽകാമെന്നറിയിച്ചതോടെയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വീണ്ടും ഓക്സിജൻ ലഭിക്കുന്നത്. ഉമ്മൻചാണ്ടി അടുത്ത ആഗോള ടെൻഡർ വിളിച്ചു. ഡോക്യുമെൻ്റ് വാങ്ങാൻ പലരും വന്നു. പക്ഷേ ചൈനയുടെ എതിർപ്പ് കൊണ്ടാവാം അദാനിയല്ലാതെ ഇത്തവണ ആരും തുറമുഖ പദ്ധതിക്ക് കൊട്ടേഷൻ പോലും നൽകിയില്ല. അദാനിയുമായുള്ള ചർച്ചയിൽ അദാനി കബോട്ടാഷ് നിയമത്തിൽ ഇളവ് ആവശ്യപ്പെടുന്നു. കബോട്ടാഷ് എന്നാൽ വിദേശ കപ്പലുകൾക്ക് ഇന്ത്യയിലെ ആഭ്യന്തര തുറമുഖങ്ങൾ തമ്മിൽ യാത്ര ചെയ്യുന്നതിനുള്ള വിലക്കാണ്. അതിൽ കേന്ദ്രത്തിൻ്റെ അനുവാദത്തോടെ ഇളവുകൾ പ്രഖ്യാപിക്കുന്നു. അപ്പോഴേക്കും കേരളത്തിൽ അദാനിക്കെതിരെ സ്വകാര്യവൽക്കരണം, അഴിമതി എന്നൊക്കെ പറഞ്ഞ് ഇടതുപക്ഷം സമരം തുടങ്ങി. മുൻപ് ചൈനീസ് സ്വകാര്യ കമ്പനിക്ക് ഇതേ കരാർ അടിസ്ഥാനത്തിൽ പദ്ധതി നൽകണമെന്ന് ആവശ്യപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പെട്ടെന്ന് ഇന്ത്യൻ സ്വകാര്യ കമ്പനിയോട് വിരോധം. അതായത് വിഴിഞ്ഞം പദ്ധതി നടക്കുന്നെങ്കിൽ അത് ചൈനയുടെ നിയന്ത്രണത്തിൽ, അല്ലെങ്കിൽ പദ്ധതി നടക്കരുത്. അതായിരുന്നു ചൈനയുടെ തീരുമാനം. അതിന് കുടപിടിക്കുകയാണ് എല്ലാ കാലത്തും കേരളത്തിലെ ഇടതുപക്ഷം ചെയ്തുകൊണ്ടേയിരുന്നത്. എന്നാൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് വാങ്ങി പദ്ധതി നടപ്പാക്കാൻ കേരളത്തിന് താൽപ്പര്യമില്ലെങ്കിൽ കേന്ദ്രം കുളച്ചിൽ തുറമുഖത്തിന് ആ പണം നൽകുമെന്ന് ഗഡ്കരി പ്രഖ്യാപിച്ചു. അതിനുശേഷം അദാനിക്ക് കരാർ നൽകാൻ ഉമ്മൻചാണ്ടി അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് അദാനി പദ്ധതിയിലേക്ക് വരുന്നതും ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം തുടങ്ങുന്നതും. ഇത്രയും കാര്യങ്ങൾ കേട്ട നിങ്ങൾ തന്നെ പറയൂ, ശരിക്കും ആരാണ് വിഴിഞ്ഞത്തിൻ്റെ യഥാർത്ഥ അച്ഛൻ? ഉത്തരം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. ഇനി വിഴിഞ്ഞത്തിൻ്റെ സാധ്യത കൂടി ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ, ലോകത്തിലെ ആകെയുള്ള കപ്പൽ ചരക്ക് നീക്കത്തിൻ്റെ 50% കടന്നുപോകുന്ന റൂട്ടിൽ പ്രകൃതിദത്തമായി അധികം ഡ്രഡ്ജിംഗ് ചെലവുകളില്ലാതെ പ്രവർത്തിക്കുന്ന തുറമുഖമായ വിഴിഞ്ഞം അതീവ പ്രാധാന്യമുള്ളതാണ്. നിലവിൽ ഭാരതത്തിൽ നിന്നും ഭാരതത്തിലേക്കും വരുന്ന ചരക്കുകളുടെ 45% കൈകാര്യം ചെയ്യുന്നത് ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്തെ ആശ്രയിച്ചാണ് എന്നതോർക്കണം. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചരക്കുകൾ കൈകാര്യം ചെയ്യുന്ന അദാനിയുടെ തന്നെ മുന്ദ്ര പോർട്ടിൻ്റെ ആഴം വെറും 15 മീറ്ററിൽ കുറവാണ് എന്നതുകൊണ്ട് തന്നെ ഭാരതത്തിലേക്ക് വലിയ മദർഷിപ്പുകൾ ശ്രീലങ്ക, സലാല, സിംഗപ്പൂർ തുറമുഖങ്ങളിൽ ഇറക്കി ചെറിയ ചരക്ക് കപ്പലുകളിൽ ഇന്ത്യയിലെ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയും ഇതേ രീതിയിൽ തന്നെ. അതുകൊണ്ട് മാത്രം ഭാരതത്തിൻ്റെ നഷ്ടം ഒരു വർഷം 10,000 മുതൽ 15,000 കോടി രൂപ വരെയാണെന്നാണ് പഠനം. അതൊഴിവാക്കാൻ തന്നെ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് കഴിയും. അങ്ങനെ തന്നെ വിഴിഞ്ഞം തുറമുഖം ലാഭത്തിലാകുകയും ചെയ്യും. കൂടാതെ ഇതേ മേഖലയിലെ മറ്റ് രാജ്യങ്ങളുടെ ചരക്ക് നീക്കത്തിൽ പങ്കാളിയാകാൻ വിഴിഞ്ഞം തുറമുഖത്തിന് കഴിഞ്ഞാൽ കാത്തിരിക്കുന്നത് വലിയ നേട്ടമാണ്. ഇന്ത്യക്ക് ഈ ഒരു വിഴിഞ്ഞം മാത്രം പോരാ. ഏതാണ്ട് വിഴിഞ്ഞത്തിൻ്റെ അതേ ആഴമുള്ള മറ്റൊരു തുറമുഖമായ മഹാരാഷ്ട്രയിലെ ബാധവൻ തുറമുഖവും വാജ്പേയി തുടങ്ങി വയ്ക്കാൻ ശ്രമിച്ചതാണ് 1996-ൽ. പക്ഷേ പരാജയപ്പെട്ടു. ചൈനയുടെ സഹായത്തോടെ വിവിധ പരിസ്ഥിതി, കർഷക, മത്സ്യത്തൊഴിലാളി സമരങ്ങളാണ് അതിനും തുരങ്കം വെച്ചത്. 3ാം മോഡി സർക്കാർ ബാധവൻ തുറമുഖത്തിൻ്റെ നിർമ്മാണവും തുടങ്ങുകയാണ്. കൂടാതെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെടുത്തി ആൻഡമാൻ നിക്കോബാറിൽ നിർമ്മിക്കാൻ പോകുന്ന ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്റ്റും. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ മുൻപ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് കൊടുത്തിരിക്കുന്നത് തുറന്നു കാണുക. ഇന്ത്യക്ക് ചുറ്റുമുള്ള പല രാജ്യങ്ങളുടെയും തുറമുഖങ്ങളിൽ പങ്കാളിയായി സദാസമയം ഇന്ത്യയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയ്ക്ക് മേൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മോദി ഭാരതം പൂർണ്ണ അധിനിവേശം നേടിയിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഇന്ത്യയുടെ തെക്കൻ തീരമായ റെഡ് സീ മേഖലയിൽ ഭാരതത്തിൻ്റെ നാവികസേന നേടിയിരിക്കുന്ന മേധാവിത്വം. ആ റൂട്ടിലെ എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് ഇന്ന് സംരക്ഷണം നൽകുന്ന തരത്തിലേക്ക് ഭാരതത്തിൻ്റെ നാവികസേന മാറിയിരിക്കുന്നു. കേരളത്തിലെ കൊച്ചി കൂടാതെ കർണാടകയിലെ കാർവാർ തീരത്തും ലക്ഷദ്വീപിലും ആൻഡമാൻ നിക്കോബാറിലും ഭാരതത്തിൻ്റെ നാവിക താവളം മോദിയുടെ കാലത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അദാനിയുമായുള്ള കരാർ പ്രകാരം ഏത് സമയത്തും 500 മീറ്റർ ബെർത്ത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വിഴിഞ്ഞം പോർട്ടിലും ഉപയോഗിക്കാം. ഇതുമാത്രമല്ല, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ ടൂറിസം രംഗത്തിൻ്റെ വികസനത്തിന് വേണ്ടി വിഴിഞ്ഞം തീരത്തേക്ക് ക്രൂയിസ് ടെർമിനലുകളും വരാൻ പോവുകയാണ്. ഇനി നാളെക്കാലത്ത് ചരക്ക് കപ്പലുകൾ കൂടുന്നത് കാരണം ക്രൂയിസ് ഷിപ്പുകളെ വിഴിഞ്ഞത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനലായി മാറാൻ പോകുന്നത് 3ാം മോഡി സർക്കാർ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റായി അംഗീകാരം നൽകിയ കൊല്ലം തുറമുഖത്തിനായിരിക്കും.
കൊല്ലം ജന്മദേശമായ സുരേഷ് ഗോപി തന്നെ കേന്ദ്ര ടൂറിസം മന്ത്രിയായിരിക്കുമ്പോൾ അതായിരിക്കും കൊല്ലത്തിനും കേരളത്തിൻ്റെ ടൂറിസം രംഗത്തിനുമുള്ള നരേന്ദ്രമോദിയുടെ അടുത്ത സമ്മാനം.